ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിന്റെ ഒന്നാമത്തെ പാഠമാണ്. കോണുകൾ എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഇതിൽ കോണുകളെ കുറിച്ച്, കോണുകൾ വരയ്ക്കുന്നത് എങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD6 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി ഈ ഗണിതത്തിന്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ STD6 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്തു നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. വരകൾ ചേരുമ്പോൾ. കുത്തനെയും ചരിച്ചും വരകൾ ചേർത്ത് പലതരം രൂപങ്ങൾ വരച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ? 5ാം ക്ലാസ്സിലെ വരകളും വട്ടങ്ങളും എന്ന പാഠത്തിലെ വരക്കണക്ക് എന്ന ഭാഗം. ഈ ചിത്രങ്ങളിലെല്ലാം 4 മൂലകളുണ്ട്. ഓരോ മൂലയിലും 2 വരകൾ ചേരുന്നു. അതായത് 2 വരകൾ ചേരുമ്പോൾ ഒരു മൂലയുണ്ടാവുന്നു. ആദ്യത്തെ ചിത്രത്തിൽ ഇങ്ങനെ ചേരുന്ന വരകളുടെ ജോഡികൾ വെവ്വേറെ നോക്കാം. നോക്കൂ, അതായത് ചതുരത്തിന്റെ ജോഡികളാണ് നോക്കുന്നത്. കണ്ടോ? ഓരോ ജോഡിയിലും 2 വരകൾ ചേരുമ്പോൾ ഓരോ മൂലകൾ ഉണ്ടാവുന്നു. രണ്ടാമത്തെ ചിത്രത്തിലെ വരകൾ ചേരുന്നതോ? രണ്ടാമത്തേത് ഒരു സാമാന്തരികമാണ്. അതിലെ വരകൾ നോക്കൂ, അതിലും 2 വരകൾ ചേരുമ്പോൾ ഒരു കോണുകൾ ഉണ്ടാവുന്നുണ്ട്, ഒരു കോണ് വീതം ഉണ്ടാവുന്നുണ്ട്. 2 വരകൾ ഒരു ബിന്ദുവിൽ, അതായത് ഒരേ കുത്തിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രൂപത്തിന് കോൺ എന്നാണ് പേര്. അപ്പോൾ ആദ്യം വരച്ച 3 രൂപത്തിലും 4 കോൺ വീതമുണ്ട്. ഈ 3 ചിത്രത്തിലെയും താഴത്തെ ഇടത് മൂലകളിലെ കോണുകൾ മാത്രം നോക്കൂ. അതാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. കോണുകളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ? അതായത് മുകളിലേക്ക് വരച്ച വരയുടെ ചരിവിന് വ്യത്യാസമുണ്ട്. ഇതിൽ നടുവിലെ ചിത്രത്തിലെ വരകൾ വലതുവശത്തുള്ള ചിത്രത്തിലെ വരകളേക്കാൾ അല്പം കൂടി വിടർന്നതല്ലേ? അതായത് കോണ് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. ഇടതു ചിത്രത്തിൽ കുറെ കൂടി വിടർന്ന് മുകളിലെ വര കുത്തനെയായി. അതായത് ആദ്യത്തെ ചിത്രത്തിൽ വര കുത്തനെയാണ്. അപ്പോൾ വലതുവശത്തുള്ള കോൺ ഏറ്റവും ചെറുത്, നടുക്കുള്ളത് ഇതിനേക്കാൾ വലുത്, ഇടതുവശത്തുള്ള കോൺ ഏറ്റവും വലുത് എന്ന് നമുക്ക് പറയാം. ഈ ചിത്രങ്ങൾ നോക്കൂ, ഏതാണ് വലിയ കോൺ? രണ്ടാമത്തെ ചിത്രമാണല്ലേ? വലത് ചിത്രത്തിലെ വരകളാണല്ലോ കൂടുതൽ വിടർന്നിരിക്കുന്നത്. അതുതന്നെയാണ് വലിയ കോൺ, അതായത് രണ്ടാമത്തെ ചിത്രത്തിലേത്. ഈ ചിത്രങ്ങളിലോ? ഈ ചിത്രങ്ങൾ നമുക്ക് കാണുമ്പോൾ രണ്ടും ഒരുപോലെയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് പറയാൻ കഴിയുന്നില്ല നമുക്ക്. ഇവ തമ്മിൽ ഒത്തുനോക്കാൻ കോണുകളുടെ വലുപ്പം കൃത്യമായി അളക്കാൻ കഴിയണം. അതിനായി ഒരു ഉപകരണം ജ്യാമിതി പെട്ടിയിലുണ്ട്. ആ ഉപകരണമാണ് കോൺമാപിനി അല്ലെങ്കിൽ പ്രൊട്രാക്ടർ. നോക്കൂ, പ്രൊട്രാക്ടറിൻ്റെ അല്ലെങ്കിൽ കോൺമാപിനിയുടെ ചിത്രമാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ കുറേ വരകൾ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഓരോ വരയുടെയും നേരെ താഴെയും മുകളിലുമായി 2 സംഖ്യയുണ്ട്. താഴത്തെ സംഖ്യകൾ നോക്കുക. അതായത് 109 മുതൽ തുടങ്ങുന്നു അല്ലെ 0 വരെ. 0 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന താഴത്തെ വരയിൽ നിന്ന് മുകളിലേക്ക് നീങ്ങുന്ന മറ്റു വരകൾ നോക്കുക. മേൽപോട്ട് നീങ്ങുന്തോറും ഈ വരകളും താഴത്തെ വരയും തമ്മിലുള്ള കോൺ വലുതാകുന്നു. ഈ വലുപ്പത്തെ സൂചിപ്പിക്കുന്ന സംഖ്യകളാണ് ഓരോ വരയുടെ നേരെയും എഴുതിയിരിക്കുന്നത്. ഇവയിൽ താഴത്തെ വര കഴിഞ്ഞ് ആദ്യത്തെ വരയുടെ നേർക്ക് 10 എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വരയും താഴത്തെ വരയും തമ്മിലുള്ള കോണിൻ്റെ അളവ് 10 ഡിഗ്രി എന്നാണ് പറയുന്നത്. ആ ചിത്രം താഴെ തന്നിട്ടുണ്ട് കേട്ടോ, നോക്കണേ. എഴുതുന്നത് 10 ഡിഗ്രി, 10ന് തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു വട്ടം. താഴത്തെ വരയും 40 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന വരയും തമ്മിലുള്ള കോണിൻ്റെ അളവ് 40 ഡിഗ്രി. അങ്ങനെ ഓരോന്നിനും വന്ന് 180 ഡിഗ്രി വരെ ഉണ്ട് അല്ലേ? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 10 ഡിഗ്രി വലുപ്പമുള്ള 4 കോണുകൾ ചേർന്നതാണ് 40 ഡിഗ്രി വലുപ്പമുള്ള കോൺ. ഇങ്ങനെയും നമുക്ക് കോൺ വരയ്ക്കാമല്ലോ. രണ്ടാമത് താഴെ വരച്ചിരിക്കുന്ന ചിത്രം കണ്ടോ? അതായത് ഇടതുവശത്തേക്ക് ചെരിഞ്ഞു വരച്ചിരിക്കുന്നു. ഇടതുവശത്ത് വരയ്ക്കാനും അളക്കാനുമുള്ള സൗകര്യത്തിനാണ് കോൺമാപിനിയിൽ ഈ സംഖ്യകൾക്ക് മുകളിൽ മറ്റൊരു ചുറ്റ് സംഖ്യകൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ താഴത്തെ സംഖ്യകൾ വലതുവശത്തു നിന്ന് നോക്കാനും മുകളിലുള്ള സംഖ്യകൾ ഇടതുവശത്തെ കോണ് നോക്കാനുമാണ്. ഇനി കോൺമാപിനി ഉപയോഗിച്ച് കോണുകൾ അളക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉദാഹരണമായി ഈ കോണുകൾ നോക്കൂ. നമുക്ക് വലതുവശത്തേക്കും ഇടതുവശത്തേക്കുമായിട്ട് 2 കോണുകൾ തന്നിട്ടുണ്ട്. ഓരോ കോണിൻ്റെയും മൂലയിൽ കോൺമാപിനി ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ വെക്കുക. കണ്ടോ മക്കളെ? നമ്മൾ ഇടതുവശത്തേക്കുള്ളതിൻ്റെയും വലതുവശത്തേക്കുള്ളതിൻ്റെയും വെച്ചിട്ടുണ്ട്. ഇടതുവശത്തെ കോണിൻ്റെ അളവ് 50 ഡിഗ്രി എന്നും വലതുവശത്തെ കോൺ 60 ഡിഗ്രി എന്നും കാണുന്നില്ലേ? ഇത് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നോക്കൂ, 2 വരകൾ കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവിൽ നമ്മൾ ചെറിയൊരു അർദ്ധവൃത്തം പോലെ വരച്ചു കൊടുക്കുന്നു. വൃത്തത്തിൻ്റെ ഒരു ഭാഗം വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് 50 ഡിഗ്രി 60 ഡിഗ്രി എന്ന് എഴുതുന്നു. ഇനി നേരത്തെ ഒത്തുനോക്കാൻ കഴിയാതിരുന്ന കോണുകൾ നോക്കാം. വലതുകോൺ 60 ഡിഗ്രി ആണെന്ന് കാണാം. ഇടതുകോണോ? നോക്കൂ മക്കളെ, ഈ കോണിലെ ചരിഞ്ഞ വര കടന്നു പോകുന്നത് കോൺമാപിനിയിലെ 50നും 60നും ഇടയ്ക്ക് കൂടിയാണ്. കോൺമാപിനിയിലെ
ഇടവിട്ട സംഖ്യകൾക്കിടയിലുള്ള ഭാഗങ്ങളെല്ലാം 10ആയി ഭാഗിക്കുന്ന ചെറിയ വരകളുണ്ട്. ഇവ ഓരോന്നും 1 ഡിഗ്രി വ്യത്യാസമാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ 10 ഡിഗ്രി എന്ന് ആദ്യം പറഞ്ഞില്ലേ, അപ്പോൾ 0 മുതൽ 10 വരെ അതിനുള്ളിൽ 10 ഡിഗ്രികൾ വേറെയുണ്ട്. 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, അങ്ങനെയാണ് 10 ഡിഗ്രിയിലേക്ക് എത്തുന്നത്. നമ്മുടെ ചിത്രത്തിലെ വര കടന്നു പോകുന്നത് 50നും 60നും ഇടയ്ക്കുള്ള 5ാമത്തെ അടയാളത്തിലൂടെയാണ്. അതായത് ഈ കോൺ 55 ഡിഗ്രിയാണ്. 50 കഴിഞ്ഞ് 5ാമത്തെ വര എന്ന് പറയുമ്പോൾ 55 ഡിഗ്രി. ഇനി ഒരു വര വരച്ച് അതിൻ്റെ ഒരറ്റത്ത് മട്ടമൂല വെച്ച് കുത്തനെ മേൽപോട്ട് ഒരു വര വരയ്ക്കുക. അതായത് നമ്മൾ 5ാം ക്ലാസ്സിൽ വരകളും വട്ടങ്ങളും എന്ന പാഠഭാഗത്തിൽ വരക്കണക്ക് എന്ന ഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. താഴെ വെച്ചിരിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താ മക്കളെ? സെറ്റ് സ്ക്വയർ എന്നാണല്ലേ. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. മട്ടം വെച്ച് എങ്ങനെയാണ് ചതുരം വരയ്ക്കുക, അല്ലെങ്കിൽ കുത്തനെയുള്ള വരകൾ വരയ്ക്കുക, പല പല കോണിലുള്ള വരകൾ വരയ്ക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺമാപിനി ഉപയോഗിച്ച് ഈ കോൺ അളന്ന് നോക്കൂ. അപ്പോൾ നമുക്ക് 90ന് നേരെയാണ് കിട്ടുന്നത്. അതായത് 90 ഡിഗ്രിയാണ്. അപ്പോൾ മട്ടമൂലയിലെ കോൺ 90 ഡിഗ്രിയാണ്. അതായത് നേരെ കുത്തനെയുള്ള കോണ് എന്താണ്? 90 ഡിഗ്രിയാണ്. ഈ കോണിന് മട്ടകോൺ എന്നും പേരുണ്ട്. ചിത്രങ്ങളിൽ മട്ടകോൺ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ അർദ്ധവൃത്തം അല്ലെങ്കിൽ വൃത്തത്തിന്റെ ഒരു ഭാഗം, വൃത്തഭാഗമാണ് വരച്ച് കോൺ അടയാളപ്പെടുത്താൻ വരച്ചതെങ്കിൽ മട്ടകോൺ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ചതുരത്തിന്റെ ഒരു ഭാഗം കണ്ടോ, 2 വരകൾ കൂട്ടിമുട്ടി ചതുരത്തിന്റെ ഒരു ഭാഗം പോലെയാണ് അടയാളപ്പെടുത്തുന്നത്. ഒരു വരയുമായി 90 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന ഏത് വരയും ആദ്യത്തെ വരയ്ക്ക് ലംബം അല്ലെങ്കിൽ കുത്തനെ എന്നാണ് പറയുന്നത്. ഉദാഹരണമായി ചുവടെയുള്ള ചിത്രത്തിലെ പച്ച വരകൾ രണ്ടും നീല വരയ്ക്ക് ലംബമാണ്, അല്ലെങ്കിൽ അത് എന്താണ്? ആ 2 കോണുകളും എന്താണ്? മട്ടകോണുകളാണെന്ന് നമുക്ക് പറയാം. ഒരു ചതുരത്തിലെ കൂട്ടിമുട്ടുന്ന വശങ്ങളെല്ലാം പരസ്പരം ലംബമാണ്. അതായത് ചതുരത്തിലെ 4 കോണുകളും മട്ടകോണുകളാണ്. കോൺ വരയ്ക്കൽ. ഇനി കോൺമാപിനി ഉപയോഗിച്ച് നിശ്ചിത അളവുള്ള കോൺ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉദാഹരണമായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കോൺ എങ്ങനെ വരയ്ക്കും? ആദ്യം നമ്മൾ വിലങ്ങനെ ഒരു വര വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് നേരെ ഒരു വര വരയ്ക്കുക. ഇതിൻ്റെ ഇടത്തെ അറ്റത്ത് കോൺമാപിനി ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ വെച്ച് അതിലെ 40 എന്ന് അടയാളപ്പെടുത്തിയതിന് നേരെ ഒരു കുത്തിടുക. കോൺമാപിനിയുടെ ഏറ്റവും നടുവിലുള്ള കേന്ദ്ര ബിന്ദു ഉണ്ടല്ലോ, ആ പോയിന്റാണ് നമ്മളുടെ വര വരച്ചതിൻ്റെ അറ്റത്ത് വയ്ക്കേണ്ടത് കേട്ടോ. ഇനി കോൺമാപിനി മാറ്റി ഈ കുത്തും വരയും ഇടത്തെ അറ്റവുമായി യോജിപ്പിച്ചാൽ 40 ഡിഗ്രി കോണായി. ഇനി നമുക്ക് ചില പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1. ചുവടെയുള്ള ചിത്രങ്ങളിലെ കോണുകളെല്ലാം അളന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ കോൺമാപിനി എടുക്കുക. കോൺമാപിനി എടുത്ത് അതിൻ്റെ കേന്ദ്രം എവിടെയാണ് ഈ അറ്റത്ത് വരുന്ന രീതിയിൽ നിങ്ങൾ വെക്കുക. അതിനുശേഷം അളന്ന് നോക്കുക. അളന്ന് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അളന്ന് നോക്കുക. അളക്കുമ്പോൾ ആദ്യത്തെ കോണിൻ്റെ അളവ് 60 ഡിഗ്രി എന്നും രണ്ടാമത്തെ കോണിൻ്റെ അളവ് 135 ഡിഗ്രി എന്നും കിട്ടും. മൂന്നാമത്തെ തന്നിട്ടുള്ള കോണ് നമ്മൾ അതുപോലെ തന്നെ പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. ഈ പോയിന്റിൽ, ഈ കോണിൻ്റെ പോയിന്റിൽ വെക്കുക. എന്നിട്ട് 0 മുതൽ എവിടുന്നാണ് തുടങ്ങുന്നത് അത് അളന്ന് നോക്കുമ്പോൾ നമുക്കത് 60 ഡിഗ്രി കിട്ടും. നാലാമത്തെ കോണ് നമുക്ക് അളന്ന് നോക്കുമ്പോൾ 130 ഡിഗ്രി എന്ന് കിട്ടും. ചോദ്യം 2. ചുവടെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോട്ട് ബുക്കിൽ വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ ഓരോ വരയുടെയും അളവ് എത്രയാണെന്നും ഓരോ വശത്തിൻ്റെ അളവ് എത്രയാണെന്നും അതുപോലെ കോണുകൾക്കിടയിലുള്ള കോണുകളുടെ അളവ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഓരോന്നായി നമുക്ക് വരച്ചു നോക്കാം. ആദ്യത്തേത് നമുക്കൊരു ത്രികോണമാണ് വരയ്ക്കാനുള്ളത്. അളവുകൾ തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ 4 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുന്നു. ഈ വരയുടെ ഈ അറ്റത്ത് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട്, പ്രൊട്രാക്ടറിൻ്റെ ആ സെൻട്രൽ പോയിന്റ് ഉണ്ടല്ലോ, കേന്ദ്ര ബിന്ദു, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 0-ൽ നിന്ന് തുടങ്ങുന്ന ഭാഗത്ത് നോക്കുക. 0-ൽ നിന്ന് 50 ഡിഗ്രി വരെ എടുക്കുക. പിന്നെ നമ്മൾ ഈ വരയുടെ ഈ അറ്റത്ത് വയ്ക്കുന്നു. അവിടെ നിന്നും 50 ഡിഗ്രി, അതും 0-ൽ നിന്ന് തുടങ്ങുക. 50 ഡിഗ്രിക്ക് നേരെ കുത്തിട്ടിട്ട് അത് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ത്രികോണം. പിന്നെ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. 50 ഡിഗ്രി എന്ന് എഴുതാൻ അറിയാലോ, അത് മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ ചിത്രവും നമുക്ക് വരയ്ക്കാനുള്ള അളവുകൾ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് 6 സെൻറ്റിമീറ്റർ ആണ്, 5 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു വര വരച്ചു. പിന്നെ നമുക്ക് അവിടെ നിന്ന് 0-ൽ തുടങ്ങി പ്രൊട്രാക്ടർ വെച്ച് 0-ൽ തുടങ്ങി 30 ഡിഗ്രിയിൽ നമ്മൾ ഒരു കുത്തിയിട്ട് ആ വര നീട്ടി വരച്ചു കൊടുത്തു. പിന്നെ ഈ അറ്റത്ത് നിന്ന് നമുക്ക് 90 ഡിഗ്രിയാണ് വേണ്ടത്. അതായത് മട്ടകോണാണ്. 90 ഡിഗ്രിയിലേക്ക് നമ്മൾ കുത്തിയിട്ടിട്ട് വരച്ചു കൊടുത്തു. ഇപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് ആ ത്രികോണം. അടുത്ത ചിത്രം നോക്കൂ. അതും വരയ്ക്കേണ്ട അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ 6 സെൻറ്റിമീറ്റർ അളവിലൊരു വര വരച്ചു കൊടുക്കുന്നു.
അതിനുശേഷം പ്രൊട്രാക്ടർ നമ്മൾ ഈ വരയുടെ ഈ അറ്റത്ത് വെച്ചിട്ട് നമ്മൾ 20 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. ആ 20 ഡിഗ്രി നമ്മൾ കുത്തിട്ടിട്ട് വരച്ചു കൊടുക്കുന്നു, ലൈന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ താഴെ നിന്ന് വരയ്ക്കണമെങ്കിൽ പ്രൊട്രാക്ടർ താഴേക്ക് വെച്ചിട്ട് അതുപോലെ വേണം അളന്ന് നോക്കാൻ. അവിടെയും നമ്മൾ 20 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നു. പിന്നെ ഈ വരയുടെ ഈ അറ്റത്തു നിന്നും വീണ്ടും 20 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ അതും അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്ത് പ്രൊട്രാക്ടർ താഴെ വെച്ചിട്ട് താഴെ നിന്ന് 0 മുതൽ 20 വരെ തുടങ്ങുന്ന ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 0-ൽ നിന്ന് തുടങ്ങണേ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്ത് കൊടുക്കുന്നു, അതും ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ തന്നിട്ടുള്ളതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള രൂപം. ഇനി ആവശ്യമില്ലാത്ത പാർട്ടൊക്കെ മായ്ച്ചു കളഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അതേ അളവുകളിലുള്ള രൂപം തന്നെ കിട്ടുന്നതാണ്. നോക്കൂ മക്കളെ, നമുക്ക് തരേണ്ട ഭാഗം കിട്ടേണ്ട ഭാഗമൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഷാർപ്പൻ ചെയ്ത് കട്ടിക്ക് വരച്ചു കൊടുത്താൽ നമുക്ക് ആ ഷേപ്പ് കിട്ടും കേട്ടോ. നാലാമത്തെ ചിത്രം നോക്കൂ. നാലാമത്തെ ചിത്രം നമുക്കൊരു സാമാന്തരികമാണ് വരയ്ക്കാനുള്ളത്. അതിനായിട്ട് അളവുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആദ്യം 5 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു കൊടുക്കുക. ശേഷം നമുക്ക് പറഞ്ഞിരിക്കുന്ന കോണുകൾ അടയാളപ്പെടുത്താം. ആദ്യം 60 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൊട്രാക്ടറിൽ 0-ൽ നിന്ന് തുടങ്ങി 60 വരെ എവിടെയാണോ അവിടെ ഒരു കുത്തിട്ട് കൊടുത്ത് ആ കുത്തിലേക്ക് യോജിപ്പിക്കുക. അത് 3 സെന്റിമീറ്റർ ആണ് വരയുടെ നീളം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 സെന്റിമീറ്ററിൽ മാത്രം വരച്ചാൽ മതി കേട്ടോ, നീട്ടി വരയ്ക്കേണ്ട. പിന്നെ ഇവിടെ നിന്ന് 120 ഡിഗ്രിയാണ് കോണ് പറഞ്ഞിട്ടുള്ളത്. 120 ഡിഗ്രിയിൽ കൊടുത്തിട്ടു. എന്നിട്ട് നമ്മൾ അവിടെ നിന്നും വീണ്ടും 3 സെന്റിമീറ്റർ ആണ് അളവ് പറഞ്ഞിരിക്കുന്നത്. 3 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു കൊടുത്തു. കിട്ടിയിരിക്കുന്ന ഈ 2 വരകളും നമ്മൾ യോജിപ്പിച്ചാൽ സാമാന്തരികമായി. വൃത്തവിഭജനം. കോൺമാപിന് ഒരു അർദ്ധവൃത്തം, അതായത് പകുതി വട്ടമാണല്ലോ. ഇതിലെ ഏറ്റവും മുകളിലുള്ള ചെറിയ വരകൾ ഈ അർദ്ധവൃത്തത്തെ 180 സമഭാഗങ്ങളാക്കുന്നു. അതായത് 0 മുതൽ 180 വരെ എഴുതിയിരിക്കുന്നത് കാണുന്നില്ലേ? അതായത് ഈ വരകൾ നീട്ടി അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ ഒരേ വലുപ്പമുള്ള 180 കോണുകൾ കിട്ടും. ഈ കോണുകൾ ഓരോന്നിന്റെയും വലുപ്പം 1 ഡിഗ്രി ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു അർദ്ധവൃത്തത്തിൽ അഥവാ ഒരു കോൺ മാപിനിയിൽ 181 ആരങ്ങൾ ഒരേ അകലം ഇടവിട്ട് വരച്ചാൽ അടുത്തടുത്തുള്ള ആരങ്ങൾ ചേരുന്ന കോണിന്റെ അളവാണ് 1 ഡിഗ്രി. അർദ്ധവൃത്തത്തിനു പകരം മുഴുവൻ വൃത്തം ഉപയോഗിച്ചാണ് ഇക്കാര്യം സാധാരണയായി പറയുന്നത്. അതായത് ഒരു അർദ്ധവൃത്തം 180 ആണെങ്കിൽ ബാക്കി കൂടെ ആയി ഒരു വൃത്തമാകുമ്പോൾ എത്രയാവും? 180 കൂട്ടണം 180 360 അല്ലേ? അതാണ് അടുത്ത വരിയിൽ തന്നിരിക്കുന്നത്. ഒരു വൃത്തത്തിൽ 360 ആരങ്ങൾ ഒരേ അകലം ഇടവിട്ട് വരച്ചാൽ അടുത്തടുത്തുള്ള ആരങ്ങൾ ചേരുന്ന കോണിന്റെ അളവാണ് 1 ഡിഗ്രി. 1 ഡിഗ്രി വലുപ്പമുള്ള കോണിന്റെ വശങ്ങൾ വളരെ അടുത്തായിരിക്കുമല്ലോ. അവ കുറെ നീട്ടി വരച്ചാലേ ഈ കോൺ കാണാൻ കഴിയൂ. അങ്ങനെ 1 ഡിഗ്രി ഇടവിട്ട കോണ് നീട്ടി വരച്ചിട്ട് ഉണ്ടാകുന്ന കോണ് എത്രത്തോളം നീട്ടി വരച്ചാലാണ് ആ കോണ് നമുക്ക് കാണാൻ കഴിയുക എന്നാണ് അവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. മുകളിൽ പറഞ്ഞ കാര്യം തിരിച്ചു പറയാം. ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ 1 ഡിഗ്രി ഇടവിട്ട് 360 ആരങ്ങൾ വരയ്ക്കാം. ഇവ വൃത്തത്തെ 360 സമഭാഗങ്ങളാക്കുന്നു. 10 ഡിഗ്രി ഇടവിട്ടായാലോ? 36 ആരങ്ങൾ. അവ വൃത്തത്തെ 36 സമഭാഗങ്ങളാക്കുന്നു. അങ്ങനെ 36 സമഭാഗങ്ങളാക്കിയ വൃത്തമാണ് നമുക്ക് അവിടെ താഴെ തന്നിരിക്കുന്നത്. 60 ഡിഗ്രി ഇടവിട്ടായാലോ? നോക്കൂ, 360 ഹരിക്കണം 60 സമം 6. അതുകൊണ്ട് 6 ആരങ്ങൾ അല്ലെങ്കിൽ വൃത്തത്തെ നമുക്ക് 6 സമഭാഗങ്ങളാക്കി മാറ്റാനായിട്ട് കഴിയും. ഈ ആരങ്ങളുടെ അറ്റങ്ങൾ യോജിപ്പിച്ചാൽ 6 വശങ്ങളുള്ള ഒരു രൂപം നമുക്ക് കിട്ടും. 6 വശങ്ങളുള്ള രൂപത്തെ നമ്മൾ ഷഡ്ഭുജം എന്നാണ് വിളിക്കുക. ഈ രൂപം തന്നെ 3 വൃത്തങ്ങൾ ഉപയോഗിച്ച് നമ്മൾ 5-ാം ക്ലാസ്സിൽ വരച്ചത് ഓർമ്മയുണ്ടല്ലോ. അതായത് അതിലെ ഓരോ കോണുകളും ഓരോ ഓരോ മൂലകളിൽ നിന്നുള്ള ഒന്നിടവിട്ട മൂലകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഒന്നിടവിട്ട് വരച്ചു കൊടുത്തു അല്ലേ? അപ്പോൾ ആ ചിത്രമാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. അതായത് 5-ാം ക്ലാസ്സിൽ വരച്ച ഈ ചിത്രങ്ങൾ നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് ഈ കോൺമാപിനി ഉപയോഗിച്ച് വരയ്ക്കാം എന്നർത്ഥം. ഇനി 5 വശങ്ങളുള്ള രൂപം വരയ്ക്കണമെങ്കിലോ, അതായത് 5 വശങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചഭുജം വരയ്ക്കണമെങ്കിൽ കോണുകൾ എത്രയും എടുക്കണം? 360 ഹരിക്കണം 5 സമം 72 ഡിഗ്രി ആയിട്ട് എടുക്കണം. അങ്ങനെ 72 ഡിഗ്രി ആയിട്ട് ആദ്യം നമ്മൾ ആ വൃത്തത്തെ ഭാഗിക്കുന്നു. പിന്നെ ആ 72 ഡിഗ്രിയിൽ വരച്ചിട്ടുള്ള ഓരോ പോയിന്റും നമ്മൾ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ആ വൃത്തത്തിനുള്ളിൽ ഒരു പഞ്ചഭുജം അല്ലെങ്കിൽ 5 വശങ്ങളുള്ള ഒരു രൂപം കിട്ടും. ഇത് ചെരിയാതെ നേരെ നിൽക്കാൻ ആദ്യം വിലങ്ങനെ ഒരു ആരവും അതുമായി 90 കുറയ്ക്കണം 72 സമം 18 ഡിഗ്രി ഉണ്ടാക്കുന്ന ആരവും വരച്ച ശേഷം തുടർന്ന് 72 ഡിഗ്രി ഇടവിട്ടുള്ള ആരങ്ങൾ വരച്ചാൽ മതി.
ഇനി അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ചോദ്യം 1, ചുവടെയുള്ള ചിത്രങ്ങളിൽ മഞ്ഞ നിറമുള്ള ഭാഗവും പച്ച നിറമുള്ള ഭാഗവും മൊത്തം വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്ന് കണക്കാക്കുക. നോക്കൂ മക്കളെ, ആദ്യം വൃത്തത്തെ മഞ്ഞ ഭാഗം എന്ന് പറയുമ്പോൾ അത് 20 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. വൃത്തത്തിന്റെ ആകെ കോണ് അല്ലെങ്കിൽ ഒരു വൃത്തത്തിൽ എത്ര എത്ര ഡിഗ്രി ആക്കിയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? 360 ആണല്ലേ. അപ്പൊ അതിൽ 20 ഡിഗ്രി മഞ്ഞ എന്ന് പറയുമ്പോൾ ആകെ എത്ര ഭാഗം ഉണ്ടാവും? 360/20 സമം 18. 18ൽ ഒരു ഭാഗമാണ് ഈ 20 വരുന്നത്. 18 സമഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് 20. ഓക്കെ, അപ്പൊ ബാക്കി പച്ച എന്ന് പറയുന്നത് 17 ഭാഗവും 18ൽ 17 ഭാഗവും പച്ചയായിരിക്കും. ഇനി അടുത്തത് 24 ഡിഗ്രിയുടെ കോണ് അവിടെ തന്നിട്ടുണ്ട്. എത്ര ഭാഗമാണ്? 24. 360നെ എത്ര കൊണ്ട് ഹരിക്കുമ്പോഴാണ് 24 കിട്ടുന്നത്? അല്ലെങ്കിൽ 360നെ 24 കൊണ്ട് ഹരിച്ചു നോക്കുക. അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് 15 എന്ന് വരും. അതായത് 15 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് 24. 15 തവണ 24 24 അങ്ങനെ തുല്യ ഭാഗങ്ങളാക്കി. അങ്ങനെ 24 ഒരു തവണ മഞ്ഞ വന്നു. പച്ചയോ? ബാക്കി 14 ഭാഗം, അതായത് 15ൽ 14 ഭാഗവും പച്ചയാണ്. അവസാനത്തേത് 54 ഡിഗ്രിയാണ് മഞ്ഞ. അപ്പോൾ എത്ര ഭാഗമുണ്ടെന്ന് ഇങ്ങനെ കാണാം. 360 ഹരിക്കണം 54. ഇവിടെ നമുക്ക് 360നെ 54 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 54 ഭാഗം 360 കണ്ടു നോക്കാം. രണ്ടിനെയും നമുക്ക് ചെറുതാക്കി എഴുതാം. ചെറുതാക്കി വന്നാൽ 3/20 എന്ന് കിട്ടും. അതായത് മഞ്ഞ 3/20 ഭാഗമാണ്. പച്ച എത്ര ഉണ്ടായിരിക്കും? ബാക്കി 17 ഭാഗം അല്ലെ. 20ൽ 3 ഭാഗം മഞ്ഞയാണ്, ബാക്കി 17 ഭാഗം പച്ചയാണ്. നാലാമത്തേത് 80 ഡിഗ്രി മഞ്ഞയാണ്. അതായത് ടോട്ടൽ 360 ഉള്ളതിൽ 80 ഭാഗം മഞ്ഞയാണ്. അപ്പൊ മഞ്ഞയുടെ ആകെ എത്രയാണ് വരുന്നത്? 80/360. രണ്ടിനെയും ചെറുതാക്കാം നമുക്ക്. ചെറുതാക്കുമ്പോൾ എത്ര വരും മക്കളെ? 2/9 എന്ന് വരും. ഇത് രണ്ടിനെയും നമ്മൾ 0 വെട്ടിക്കളഞ്ഞു. ബാക്കി 8/36 ആണ്. രണ്ടിനും 2 വെച്ച് ചെറുതാക്കുമ്പോൾ നമുക്ക് 2/9 എന്ന് വരും. 2/9 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ബാക്കി ഭാഗം പച്ചയാണ്. അതായത് 9ൽ 2 ഭാഗം മഞ്ഞയാണ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ പച്ച. അതായത് 7/9. 7/9 ഭാഗവും എന്താണ്? പച്ചയാണ്. അഞ്ചാമത്തെ നോക്കൂ, 108 ഡിഗ്രി മഞ്ഞയാണ്. അപ്പൊ മഞ്ഞ എത്ര ഭാഗമുണ്ട്? 108/360. 108/360. രണ്ടിനെയും ചെറുതാക്കി വരാം. ചെറുതാക്കി വരുമ്പോൾ നമുക്ക് അവസാനമായിട്ട് 3/10 എന്നാണ് വരുന്നത്. മഞ്ഞ 3/10 ആണെങ്കിൽ പച്ച ബാക്കി എത്രയായിരിക്കും? 10ന്റെ ബാക്കി എല്ലാ ഭാഗവും അല്ലേ. അപ്പോൾ 7/10 പച്ചയാണ്. അവസാനത്തേത് 150 ഡിഗ്രി മഞ്ഞയാണ് വരുന്നത്. അത് എത്ര ഭാഗമാണ്? 150/360. രണ്ടിനെയും 2 വെച്ച് ചെറുതാക്കുക. ചെറുതാക്കി വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5/12 എന്നാണ് വരുന്നത്. അപ്പൊ 5/12, 12ൽ 5 ഭാഗം മഞ്ഞയാണ്, ബാക്കി പച്ച. അതായത് 7 ഭാഗം പച്ച. 12ൽ 7 ഭാഗം പച്ച. ചോദ്യം 2, വൃത്തങ്ങൾ വരച്ച് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നിറം കൊടുക്കുക. ആദ്യത്തെ ചോദ്യത്തിൽ 3/8 അഥവാ 8ൽ 3 ഭാഗമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 360നെ ആദ്യം 8 ഭാഗങ്ങളാക്കണം. 8 ഭാഗങ്ങളാക്കിയതിൽ 3 ഭാഗം വേണം നമുക്ക് കളർ കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള ആരത്തിലൊരു വൃത്തം വരച്ചു. അപ്പൊ 360/8 എന്ന് പറയുമ്പോൾ 360നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം 45 ആണ് വരിക. അപ്പൊ 45 ഡിഗ്രി 3 തവണ നമുക്ക് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നിറം കൊടുക്കാനായിട്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് 45 ഗുണിക്കണം 3 അങ്ങനെ ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ 45 ഇതുപോലെ 3 തവണ നമുക്ക് കിട്ടുന്ന ഓരോ വരകളിലും ഇങ്ങനെ വെച്ച് 3 തവണ 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. 3 ഭാഗങ്ങളാക്കുക. കണ്ടോ? ഇങ്ങനെ വൃത്തത്തെ 3 ഭാഗങ്ങളാക്കി. ബാക്കിയുള്ളത് എന്താണ്? 8 ഭാഗമാക്കാം നമുക്ക് ടോട്ടൽ. ഈ 3 ഭാഗങ്ങൾക്ക് നമുക്ക് നിറം കൊടുക്കാം. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2/5 അഥവാ 5 ഭാഗങ്ങളാക്കിയ വൃത്തത്തെ 5 ഭാഗങ്ങളാക്കി അതിൽ 2 ഭാഗം എന്നാണ്. അപ്പൊ 360 ഡിഗ്രിയാണ് വൃത്തത്തിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആദ്യം 5 ഭാഗങ്ങളാക്കുന്നു. അതായത് 360 ഹരിക്കണം 5 സമം 72 ആണ്. അപ്പൊ 72 ഡിഗ്രി വീതമുള്ള 2 കോണുകൾ നമ്മൾ ആ വൃത്തത്തിനകത്ത് വരയ്ക്കുക. ഈ 2 കോണുകൾക്ക് വേണം നമ്മൾ നിറം കൊടുക്കാനായിട്ട്. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്താണ്? വൃത്തത്തിനെ 5 ഭാഗങ്ങളാക്കിയതിൽ 2 ഭാഗമാണ്. ബാക്കി 5 ഭാഗം നിങ്ങൾ ആക്കണമെന്നില്ല, ഇതുപോലെ ചെയ്താലും മതി കേട്ടോ.
അടുത്ത ചിത്രത്തിൽ നമുക്ക് 4/9 അല്ലെങ്കിൽ 9/4 ഭാഗമാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ വൃത്തം വരച്ച് അതിനെ എന്താണ് 9 സമഭാഗങ്ങളാക്കണം. അതായത് ഒരു കോണെന്ന് പറയുന്നത് 360/9, 360 ഹരിക്കണം 9 സമം 40 ഡിഗ്രി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പ്രൊട്രാക്ടറിൽ 40 ഡിഗ്രി വീതം അളന്ന് എന്ത് ചെയ്യുക, വരയ്ക്കുക. അതായത് 4 കോണുകൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ വൃത്തത്തിൽ അതുപോലെയുള്ള 9 കോണുകൾ ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് 9/4 ഭാഗം മതി. അതുകൊണ്ട് 4 കോണുകൾ വരയ്ക്കുക. ആ 4 കോണ് എത്രയാണോ ഉള്ളത് അത്രയും നിങ്ങൾക്ക് കളർ കൊടുക്കാം. അടുത്തത് നമുക്ക് 5/12 അല്ലെങ്കിൽ 12ൽ 5 ഭാഗമാണ് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വൃത്തം വരച്ചു. വൃത്തത്തെ നമ്മൾ ആദ്യം 12 സമഭാഗങ്ങളാക്കണം. അതായത് ഒരു കോൺ എന്ന് പറയുന്നത് എത്ര ഉണ്ടായിരിക്കും, 360 ഹരിക്കണം 12 സമം 30 ഡിഗ്രി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക, ഓരോന്നായിട്ട് 30 ഡിഗ്രി വീതം അളക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ടോട്ടൽ എന്ത് ചെയ്യാം, 30 ഗുണിക്കണം 12 അങ്ങനെ ചെയ്താലും മതി. 30 ഗുണിക്കണം 5 ഭാഗങ്ങളാണല്ലോ വേണ്ടത്. അപ്പോൾ 30 ഗുണിക്കണം 5 150 ഡിഗ്രി അങ്ങനെ അളന്നെടുത്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ 30 ഡിഗ്രി വീതമുള്ള 5 കോണുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് അളന്നു പോവുക. എന്നിട്ട് കിട്ടിയിരിക്കുന്ന ആ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കളർ കൊടുക്കുക കേട്ടോ. ഇത്രയും ഭാഗമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ഭാഗത്തിന് നിറം കൊടുക്കാം. അടുത്ത ചിത്രത്തിൽ 5/24 അതായത് വൃത്തം വരച്ച് അതിന് 24 തുല്യ ഭാഗങ്ങളാക്കി അതിൽ 5 ഭാഗം എന്നാണ് അർത്ഥം. അപ്പോൾ 360 നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം, 24 കൊണ്ട് ഹരിക്കണം അല്ലെ. അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് 15 എന്നാണ് ഉത്തരം വരുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് 15 ഗുണിക്കണം 5 സമം 75 ഡിഗ്രിയാണ്. 75 ഡിഗ്രി അങ്ങനെ ഒറ്റയടിക്ക് പ്രൊട്രാക്ടറിൽ എടുത്ത് അളന്ന് അതിന് കളർ കൊടുത്താൽ മതി. ആ വൃത്തഭാഗത്തിന് നിറം കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ 15 ഡിഗ്രി വീതം ഓരോന്നായിട്ട് എടുത്ത് അത്തരത്തിലുള്ള 5 കോണുകൾ അളന്നെടുക്കുക. അളന്നെടുത്തിട്ട് ആ കിട്ടിയിരിക്കുന്ന ഭാഗത്തിന് നിറം കൊടുക്കുക. ചോദ്യം 3, ചുവടെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുക. നമുക്ക് സ്കെയിലും അതുപോലെ നമ്മളുടെ കൂൺമാപിനിയും ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കേണ്ട ചിത്രങ്ങളാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ചിത്രം ഇതാണ്. ആദ്യം നിങ്ങളൊരു വൃത്തം വരയ്ക്കുക. ഇഷ്ടമുള്ള റേഡിയസിൽ വരയ്ക്കാം. ശേഷം നമുക്കറിയാം ഈ വൃത്തത്തിൽ നോക്കൂ, 5 വൃത്തത്തിനുള്ളിൽ ഒരു 5 വശങ്ങളുള്ള ഒരു രൂപമുണ്ട്. അതായത് പഞ്ചഭുജമുണ്ട്. അപ്പം 360 ഹരിക്കണം 5 സമം 72 അപ്പം നമ്മൾ വരച്ച ഈ വൃത്തത്തെ 5 തുല്യ ഭാഗങ്ങളാക്കാൻ ഓരോ ഇതിലും 72 ഡിഗ്രി വീതമുള്ള 5 കോണുകൾ ഉണ്ടാക്കിയെടുക്കണം. കണ്ടോ, നമ്മൾ വരച്ച ഓരോ വരകളിൽ നിന്നും നമ്മൾ വീണ്ടും 72 അളന്നെടുത്ത് പ്രൊട്രാക്ടറിൽ അളന്നിട്ട് വരയ്ക്കുക. അപ്പം നമുക്ക് 5 സമഭാഗങ്ങളാക്കി ഈ വൃത്തത്തെ മാറ്റി കളഞ്ഞു. ഇനി നമ്മൾ വൃത്തത്തിൽ കിട്ടിയിട്ടുള്ള ഈ 5 പോയിന്റുകൾ ഉണ്ടല്ലോ, ഈ 5 പോയിന്റുകൾ കൂട്ടി യോജിപ്പിക്കുക. അപ്പം നമുക്കൊരു പഞ്ചഭുജം കിട്ടും. ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഭാഗങ്ങൾ മായ്ച്ചു കളയുക. അതായത് പുറത്തുള്ള ആ വൃത്തവും പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച വരകളുണ്ടല്ലോ അതും മായ്ച്ചു കളയുക. ഇനി ഈ പഞ്ചഭുജത്തിനകത്ത് നമുക്കൊരു നക്ഷത്രം വരയ്ക്കണം. അതിനായിട്ട് ആദ്യം ഇതുപോലെ ഇങ്ങനെ ഒരു ത്രികോണമാക്കി മാറ്റുക. പിന്നെ അടുത്ത ഈ 2 പോയിന്റുകൾ വെച്ചൊരു ത്രികോണം ഉണ്ടാക്കുക. അവസാനം ആ 2 പോയിന്റുകളോടെ കൂട്ടിയോജിപ്പിക്കുക. അപ്പൊ നമുക്ക് ഈ പഞ്ചഭുജത്തിനകത്തൊരു നക്ഷത്രം കിട്ടും. ശേഷം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മനോഹരമായ നിറം കൊടുക്കാം. രൂപവും നമുക്ക് ഒരു വൃത്തത്തിനകത്തൊരു നക്ഷത്രം വരുന്ന രൂപത്തിലാണ്. അപ്പൊ അതിന് 5 പോയിന്റുകൾ വേണം നമുക്ക്. അതിനായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് പോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ വൃത്തത്തെ 5 സമഭാഗങ്ങളാക്കണം. അതിന് ഒരു കോണ് 72 ഡിഗ്രിയാണ് വരിക. അപ്പൊ 72 ഡിഗ്രി വീതമുള്ള പോയിന്റുകൾ നമ്മൾ ഇട്ടിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് നക്ഷത്രം ആയാലും അതുപോലെ പഞ്ചഭുജം ആയാലും ഏതാണെങ്കിലും 5 കോണുകളാണ് വേണ്ടത്. ഇനി എന്ത് ചെയ്യുക, ഈ വൃത്തത്തിൽ വന്നിട്ടുള്ള ഈ പോയിന്റുകൾ ഉണ്ടല്ലോ, 5 കോണുകൾ കൂട്ടി യോജിച്ച ആ 5 പോയിന്റുകൾ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. നേരത്തെ വരച്ചതുപോലെ തന്നെ നമുക്ക് ഒരു പഞ്ചഭുജമാക്കി ആദ്യം മാറ്റണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ നേരത്തെ സ്റ്റാർ വരച്ചില്ലേ, നക്ഷത്രം വരച്ചില്ലേ, അതുപോലെ വരയ്ക്കുക. അപ്പൊ നമ്മൾ ഈ പഞ്ചഭുജത്തിന്റെ ഒന്നിടവിട്ട പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, നക്ഷത്രം വരച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ മായ്ച്ചു കളയുക. ഇനി നമുക്ക് ഈ നക്ഷത്രത്തിനകത്ത് ഒരു നക്ഷത്രം വേണം. അതിന് നമ്മളിതാ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒന്നിടവിട്ട പോയിന്റുകൾ ഉണ്ടല്ലോ
ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ത്രികോണങ്ങളാക്കി, 2 ത്രികോണങ്ങൾ ആക്കിയിട്ട് നക്ഷത്രം വരച്ച് യോജിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത ഭാഗം, നടുവിലുള്ള ഭാഗം മായ്ച്ചു കളയുക, നല്ല മനോഹരമായ നിറം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരു രൂപം കിട്ടുന്നതാണ്. ഇനി അടുത്ത രൂപം നോക്കാം. മൂന്നാമത്തെ രൂപം. ഇതിൽ കുറച്ചൊരു മാറ്റമുണ്ട്. കാരണം ഇതിൽ 8 ഭാഗങ്ങൾ വരുന്നുണ്ട്. അതായത് 8 വശങ്ങളുള്ളൊരു രൂപമാണ് വൃത്തത്തിനകത്ത് വരുന്നത്. നമ്മളതിനെ അഷ്ടഭുജം എന്ന് പറയും. അതിനായിട്ട് നമ്മൾ 360നെ നമ്മൾ എന്ത് ചെയ്യുക, 8 വെച്ച് ഹരിക്കുക. അങ്ങനെ ഹരിക്കുമ്പോൾ 8 ഭാഗങ്ങളാക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗം 45 വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 45 കോണുകൾ നമ്മൾ ഈ വൃത്തത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കുക. ഇനി നമ്മൾ വൃത്തത്തിലേക്ക് വരച്ച ആ പോയിന്റുകൾ ഉണ്ടല്ലോ, ആ കുത്തുകൾ നമ്മൾ പരസ്പരം യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് അതുപോലെ 8 വശങ്ങളുള്ള ആ രൂപം കിട്ടും. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ മായ്ച്ചു കളയുക. ഇനി നമ്മൾ 2 കുത്തുകൾ ഇടവിട്ട ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഉള്ളിൽ ഇതുപോലെ ഒരു സ്ക്വയേഴ്സ് വരച്ചെടുക്കുക. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ളത്. സിമ്പിളാണ്. ഏതൊക്കെ കുത്തുകളെ യോജിപ്പിക്കേണ്ടതെന്ന് നോക്കിയാൽ മതി. ഇനി ആവശ്യത്തിന് കളർ കൊടുക്കാം. അവസാനത്തെ ചിത്രം വരയ്ക്കാനായിട്ട് നമുക്ക് വൃത്തമാണ് വേണ്ടത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതിനെ 8 ഭാഗങ്ങൾ നമുക്കാക്കണം. കാരണം ഒരു പുറത്ത് ഒരു 8 കോണുകളുള്ള 8 വശങ്ങളുള്ള രൂപമാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വരച്ചതുപോലെ തന്നെ ഓരോന്നും 45 ഡിഗ്രി വീതമുള്ള കോണുകൾ എടുത്ത് നമ്മൾ ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് കിട്ടിയ പോയിന്റുകളൊക്കെ, വൃത്തത്തിലുള്ള ആ പോയിന്റുകളൊക്കെ 8 എണ്ണം യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് 8 വശങ്ങളുള്ള അഷ്ടഭുജം കിട്ടും. എന്നിട്ട് ആവശ്യമില്ലാത്ത പുറത്തുള്ള വൃത്തഭാഗവും ഉള്ളിൽ നമ്മൾ വരച്ച ആ വരകളും അതൊക്കെ ഒന്ന് മായ്ച്ചു കളയുക. ഇനി നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതുപോലെ സമചതുരങ്ങളാക്കി, സമചതുരല്ല, 2 ഇടവിട്ട കുത്തുകളിൽ നിന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മായ്ച്ചു കളഞ്ഞ് നമുക്ക് വേണ്ടത് ഈ ഭാഗങ്ങൾ മാത്രമാണ്. അത് നിറം കൊടുക്കുക. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന രൂപം കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നമുക്ക് കോണുകൾ എന്നുള്ള ഈ പാഠത്തിൽ നോക്കാനായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ചാപ്റ്റർ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ കയറിയിട്ട് ആ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്